Question number 10. Integral 0 to pi by 2 2 log sin x minus log sin 2x. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഐ എന്ന് പറഞ്ഞെടുക്കുന്നുള്ളൂ. ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi by 2 2 log sin x മൈനസ് log sin 2x. sin 2x എന്ന് പറയുന്നത് എന്താ? 2 sin x cos x എന്നല്ലേ? അപ്പോൾ നമുക്ക് sin 2xന് പകരം 2 sin x cos x എന്ന് എഴുതാം. പിന്നീട് log എ ബി സി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ log എ ബി എന്ന് പറയുന്നതിന് log എ പ്ലസ് log ബി എന്ന് എഴുതാം. അതുപോലെ ഈ log 2 sin x cos x log 2 പ്ലസ് log sin x പ്ലസ് log cos x എന്ന് എഴുതാം. ഇനി മൈനസ് സൈൻ ഈ ബ്രാക്കറ്റിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് log 2 മൈനസ് sin x മൈനസ് cos 2x. അപ്പോൾ 2 log sin x മൈനസ് log 2 മൈനസ് log sin x മൈനസ് log cos x എന്ന് വരും. ഈ log sin x 2 log sin x മൈനസ് log sin xനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് log sin x എന്ന് എഴുതാം. അപ്പോൾ log sin x മൈനസ് log 2 മൈനസ് log cos x. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മളുടെ ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുക. അതായത് ഇൻ്റഗ്രൽ 0 to a f of x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a f of a മൈനസ് എക്സ് ഡി എക്സ് എന്നുള്ള പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ എക്സിൻ്റെ പ്ലേസിലെല്ലാം എന്താവും? പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് വരും. ലോഗ് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ലോഗ് കോസ് എക്സ് എന്ന് വരും. ഈ ലോഗ് 2വിനൊരു ചേഞ്ചും വരത്തില്ല, കാര്യം അതിൽ എക്സിൻ്റെ ഫംഗ്ഷൻ ഇല്ല. ഇവിടെ ലോഗ് കോസ് പൈ ബൈ 2 മൈനസ് എക്സിന് ലോഗ് സൈൻ എക്സ് എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും പറഞ്ഞ് എടുക്കുക. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 എന്ന് പറയുമ്പോൾ 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi by 2 log sin x മൈനസ് log 2 മൈനസ് log cos x പ്ലസ് log cos x മൈനസ് log 2 മൈനസ് log sin x. log sin xും log sin xും ക്യാൻസൽ ആവും, log cos xും log cos xും ക്യാൻസൽ ആവും. പിന്നീട് നമുക്കുള്ള എന്താ? മൈനസ് log 2 മൈനസ് log 2 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 2 log 2 എന്ന് വരും. അപ്പോൾ 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi by 2 മൈനസ് 2 log 2 dx എന്ന് വരും. ഈ മൈനസ് 2 log 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അത് ഇൻ്റഗ്രേഷൻ സൈനിന് പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ 0 to pi by 2 dx എന്ന് വരും. ഇൻ്റഗ്രൽ dx എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പൈ ബൈ 2, ലോവർ ലിമിറ്റ് മൈനസ് 0 എന്ന് വരും. അപ്പം മൈനസ് 2 log 2 പൈ ബൈ 2 എന്ന് വരും. അതിന് പൈ ബൈ 2 ഇൻറ്റു 2 log 2 എന്ന് വരും. 2 2 ക്യാൻസൽ ആകുമ്പോൾ മൈനസ് പൈ log 2 എന്ന് വരും. അത് 2i ആണ്. അപ്പോൾ i ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 log 2. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 to pi by 2 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ആദ്യം ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് ഈക്വൽ ടു 2 ഇൻറ്റു 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ മൈനസ് പൈ ബൈ 2 to pi by 2നെ നമുക്ക് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi by 2 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുന്നു. പിന്നീട് രണ്ടാമത് ഒരു പ്രോപ്പർട്ടിയും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്ന് ഉള്ള ആ പ്രോപ്പർട്ടിയും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോഴെങ്ങനെ കിട്ടും? സൈൻ സ്ക്വയർ പൈ ബൈ 2 മൈനസ് എക്സ്. സൈൻ പൈ ബൈ 2 എക്സ് എന്ന് പറയുമ്പോൾ കോസ് ആണ് വരുന്നത്. അപ്പോൾ സൈൻ സ്ക്വയർ വരുമ്പോൾ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2i ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi by 2 സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരും. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi by 2 ഡി എക്സ് എന്ന് വരും. 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് വരുമ്പോൾ എക്സ് എന്ന് വരും. 0 to pi by 2, അപ്പോൾ 2 ഇൻറ്റു പൈ ബൈ 2 എന്ന് വരും. 2 2 ക്യാൻസൽ ആയി പൈ വരും. 2i ഈക്വൽ ടു പൈ. അപ്പോൾ i ഈക്വൽ ടു പൈ ബൈ 2. ക്വസ്റ്റ്യൻ നമ്പർ 12. i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi എക്സ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഇവിടെ ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ പൈ മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ 0 to പൈ മൈനസ് എക്സ് ബൈ 1 പ്ലസ് സൈൻ പൈ മൈനസ് എക്സ് ഡി എക്സ് എന്ന് വരും. ഇവിടെ ന്യൂമറേറ്റർ പൈ മൈനസ് എക്സ് എന്ന് തന്നെ വരും. ഡിനോമിനേറ്റർ സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറയും. പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ കോസ് എക്സ് വരും.
സൈൻ പൈ മൈനസ് എക്സ് ആണെങ്കിൽ സൈൻ എക്സ് തന്നെ വരുന്നത്. പിന്നെ ഇത് പൈ ബൈ 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റ് വരുന്നു, അതുകൊണ്ട് സൈൻ്റെ വാല്യൂ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് എന്ന് തന്നെ വരും. അപ്പം പൈ മൈനസ് എക്സ് ബൈ 1 പ്ലസ് സൈൻ പൈ മൈനസ് എക്സ്, സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് തന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 ടു പൈ പൈ മൈനസ് എക്സ് ബൈ 1 പ്ലസ് സൈൻ എക്സ്. അത് ഇക്വേഷൻ നമ്പർ 2. 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 2i ഈക്വൽ ടു, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ഡയറക്റ്റ് അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് പ്ലസ് പൈ മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ എക്സും എക്സും ക്യാൻസലായിട്ട് 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ പൈ ബൈ 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും. ഇവിടെ 1 പ്ലസ് സൈൻ എക്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. പൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രേഷൻ സൈന് പുറത്തെടുക്കാം. അപ്പോൾ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് സൈൻ എക്സ്. 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് എന്താ വരുന്നത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം. 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. അപ്പോൾ ഡിനോമിനേറ്ററിൽ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു പൈ 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എഴുതാം. ന്യൂമറേറ്ററിൽ 2 ടേം ആയതുകൊണ്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് 1 ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ സീക്ക് സ്ക്വയർ എക്സ് എന്നും വരും. സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സും വരും. 1 ബൈ കോസ് എക്സ് സീക്ക് എക്സും വരും. അപ്പോൾ 2i ഈക്വൽ ടു പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് എന്ന് വരും. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് ആണ്. ഇൻ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ആണ്. അപ്പോൾ പൈ ഇൻറ്റു ടാൻ എക്സ് മൈനസ് സീക്ക് എക്സ് ലിമിറ്റ് 0 ടു പൈ. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ പൈ എന്ന് പറയുന്നത് 0, സീക്ക് പൈ എന്ന് പറയുന്നത് -1, ടാൻ 0 0, സീക്ക് 0 എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ 2i ഈക്വൽ ടു 2π എന്ന് കിട്ടും. അപ്പോൾ i ഈക്വൽ ടു പൈ. Question number 13, integral minus pi by 2 to pi by 2 sin raised to 7x dx. I equal to integral minus pi by 2 to pi by 2 sin raised to 7x dx എന്ന് എഴുതാം. ഇവിടെ നമുക്കറിയാം സൈൻ ഫംഗ്ഷൻ എന്താണ്? ഓഡാണ്. അതായത് എക്സിൻ്റെ പ്ലേസിൽ ഞാനിപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എഴുതുന്നു. എഫിൻ്റെ പ്ലേസിൽ എന്ത് എഴുതുന്നു? എക്സിൻ്റെ പ്ലേസിൽ മൈനസ് എക്സ് ഇട്ട് കൊടുക്കുക. അപ്പം സൈൻ ഓഫ് മൈനസ് എക്സിനെ എങ്ങനെ എഴുതാം? മൈനസ് സൈൻ എക്സ് എന്ന് എഴുതാം. ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് ആണെങ്കിൽ നമുക്ക് സൈൻ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇവിടെ സൈൻ എന്ന് പറയുമ്പോൾ ഓഡ് ഫംഗ്ഷനാണ്. ഇവിടെ പക്ഷേ റേസ് ടു 7 ആയതുകൊണ്ടാണ് നമുക്കിത് ഓഡായിട്ട് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ എഫ് എക്സ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ ഓഫ് എക്സ്. ദെൻ ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ സൈൻ റേസ് ടു 7 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ റേസ് ടു 7 ഓഫ് മൈനസ് എക്സ്, അതായത് മൈനസ് സൈൻ എക്സ് റേസ് ടു 7. ആൻസർ എന്താ വരുന്നത്? മൈനസ് സൈൻ റേസ് ടു 7x, അതായത് മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അത് ഓഡ് ഫംഗ്ഷനാണ്. ഇവിടെ എഫ് ഓഫ് മൈനസ് എക്സ് എങ്ങനെ വന്നു? മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വന്നു. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ഓഡ് ഫംഗ്ഷനാണ്. ലിമിറ്റ് മൈനസ് എ ടു എ ഫോമിലാണ്, അതായത് മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 ഫോം ആയതുകൊണ്ട് നമുക്കിതിൻ്റെ വാല്യൂ 0 ആയിട്ട് കിട്ടും.